എടുത്തോളം കാലം ഇതുപോലുള്ളത് ഞങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് ഞങ്ങൾക്കറിയാം. ഇന്ത്യ എന്ന രാജ്യം വിവിധ ജനവിഭാഗങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന നാടാണ്. ഈ രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടി, ഈ രാജ്യത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി നേരത്തെ സൂചിപ്പിച്ച പോലെ ഏതാണ്ട് 19 വർഷത്തിലധികമായി ഈ രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഹിന്ദുത്വ ഫാസിസ്റ്റ് സംഘങ്ങൾ അവർ ഈ രാജ്യത്തിന്റെ ശത്രുക്കളാണെന്ന് ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾ 20 കൊല്ലം, ഏതാണ്ട് 10-18 കൊല്ലം മുമ്പ് പറയാൻ തുടങ്ങിയത് ഇന്നിപ്പോ കോൺഗ്രസിന്റെ ദേശീയ വക്താവ് ദിഗ്വിജയ് സിംഗിന് പറയാൻ കഴിയുന്നു. പോപ്പുലർ ഫ്രണ്ട് എപ്പോഴും ഒരുപടി മുന്നിലാണ് നടന്നിട്ടുള്ളത്. എല്ലാ കാര്യത്തിനും അങ്ങനെയായിരുന്നു. സംസാരിക്കാൻ കഴിയാത്ത ഒരു വിഭാഗത്തിന് സംസാരിക്കാനുള്ള ത്രാണി ഉണ്ടാക്കി കൊടുത്തു ഞങ്ങള്. RSS രാജ്യവിരുദ്ധ പ്രസ്ഥാനമാണ് എന്ന് പോപ്പുലർ ഫ്രണ്ട് പറഞ്ഞപ്പോ അന്ന് ഈ ഇന്ത്യ രാജ്യത്ത് RSSനെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ഒരൊറ്റ പ്രസ്ഥാനവും ഉണ്ടായിരുന്നില്ല. പതുക്കെ പതുക്കെ ഞങ്ങൾ പറഞ്ഞു തുടങ്ങി, RSS എതിർക്കപ്പെടാവുന്ന സംഘടനയാണ്, RSS വിമർശിക്കപ്പെടാവുന്ന സംഘടനയാണ്. RSSനെ വിമർശിച്ചാൽ, RSSനെ എതിർത്താൽ അതിൽ വരാവുന്നതിന്റെ പരമാവധി എന്താണ് എന്നുള്ള ബോധ്യം നന്നായുള്ള കൂട്ടരാ ഞങ്ങള്. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പറഞ്ഞു തുടങ്ങിയത്. ഇപ്പൊ പറഞ്ഞോ, കോൺഗ്രസിന്റെ പ്ലീനറി സമ്മേളനത്തില് പ്രമേയം പാസാക്കി കഴിഞ്ഞ ആഴ്ച. പക്ഷെ മനോരമ അത് കാണൂല. മനോരമ എന്ന് പറയുന്ന വർഗീയ മുരത്ത വർഗീയതയുമായി നടക്കുന്ന ഒരു പത്രം ആ വാർത്ത കണ്ടിട്ടില്ല. ഇന്ന് മിക്ക പത്രങ്ങളിലും അജ്മീർ സ്ഫോടനത്തില് അസിമാനന്ദ് നൽകിയിട്ടുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള വാർത്തകളാണ് വന്നിട്ടുള്ളത്. മനോരമയിൽ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? RSSനെ ഒരു കാലത്തും മനോരമ വിമർശിച്ചിട്ടില്ല. മനോരമയ്ക്ക് സാധ്യമല്ല. മാതൃഭൂമിക്കുണ്ടോ? RSS ഇന്ത്യയുടെ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിക്ക്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പോലും വിമർശിക്കാൻ പറ്റുന്ന ഒരു സാമൂഹ്യ ചുറ്റുപാട് ഉണ്ടാക്കിയെടുത്തത് 18 കൊല്ലം മുമ്പ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ തുടങ്ങി വെച്ചിട്ടുള്ള ആ ധീരമായ മുന്നേറ്റത്തിന്റെ തുടക്കമാണ് ഞാൻ പറയുന്നത്. എവിടെയായിരുന്നു ദിഗ്വിജയ് സിംഗ് ഇതുപോലെ? നമ്മുടെ ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന ഇപ്പൊ എന്തൊക്കെയാ പുറത്തു വരുന്നത്? ഭയങ്കര രസകരമായ വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആരോടൊക്കെയാ ബന്ധം? അമേരിക്കയുടെ CIA ബന്ധം, ഇസ്രായേലിന്റെ മൊസാദിനോട് ബന്ധം, പാകിസ്ഥാന്റെ ISI ബന്ധം. ആർക്കാ? ഇവിടുത്തെ മുസ്ലിങ്ങൾക്കല്ല, പോപ്പുലർ ഫ്രണ്ടുകാരനല്ല. ദേശസ്നേഹം മുറ്റി നിൽക്കുന്ന, പുറത്തേക്ക് വമിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്ന RSSകാരനാണ് ISIയുമായിട്ട് ബന്ധം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ ISIയുമായി ബന്ധമുള്ള RSS നടത്തിയിട്ടുള്ള സ്ഫോടനങ്ങള്, അജ്മീർ സ്ഫോടനം, ആ സ്ഫോടനത്തില് നമ്മുടെ കേരളക്കാരനായ സുരേഷ് നായർ പ്രതിയാണ്. കേരളത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ എവിടെയെങ്ങാനും പോയി കൊല്ലപ്പെട്ടാൽ ഇവിടെ നിറഞ്ഞു നിന്നാടിയിരുന്ന രാഷ്ട്രീയ പാർട്ടികൾ ആ മുസ്ലിം ഇപ്പോൾ ബാംഗ്ലൂരിലെ ഒരു കേസുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയിലെ മുക്കത്തിനടുത്ത് യഹിയ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ പിടിച്ചകത്തിട്ടിട്ടുണ്ട്.
അന്ന് DYFIക്കാരൻ യഹിയാന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. RSSകാർ നടത്തും. ഇന്ന് വ്യക്തമായ ബോധ്യമുണ്ടായിട്ടും എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്തരമൊരു ശബ്ദമുണ്ടാകാത്തത്? കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇതൊരു വിഷയമാകാത്തത്? ഇത്രയേറെ രാജ്യം പിടിച്ചു കുലുക്കിയിട്ടുള്ള സംഭവങ്ങൾ ഒന്നൊന്നുമല്ല. 1992 ശേഷം ഇന്ത്യ രാജ്യത്ത് നടന്നിട്ടുള്ളത് സ്ഫോടനങ്ങൾ. ആ സ്ഫോടനങ്ങളുടെയൊക്കെ പിന്നിൽ RSSന് വ്യക്തമായ പങ്കുണ്ട് എന്ന് ഇന്ത്യയുടെ പൊതുസമൂഹത്തിന് മുമ്പിൽ പറഞ്ഞ ഒരേ ഒരു പ്രസ്ഥാനം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും നാഷണൽ ഡെവലപ്മെന്റ് ഫ്രണ്ടുമായിരുന്നു. ഇന്ത്യ രാജ്യത്ത് 92 രണ്ട് ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്നാമത്തെ ദുരന്തം ബാബരി മസ്ജിദിന്റെ തകർച്ചയായിരുന്നു. ആ ബാബരി മസ്ജിദിന്റെ തകർച്ച എല്ലാവരും ഓർക്കുന്ന ഒന്നാണെങ്കിൽ, രണ്ടാമത്തെ ദുരന്തം ഇന്ത്യ രാജ്യത്ത് ആരും ഓർക്കാത്ത ഒരു ദുരന്തമാണ്, ആർക്കും അറിയാത്ത ഒരു ദുരന്തമാണ്. ഇന്ത്യ രാജ്യത്ത് അന്ന് ഭരിച്ചിരുന്ന RSSന്റെ കരസ്പർശമേറ്റ് തൂവൽ സ്പർശമേറ്റ് വളർന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്ത് കസേരയിൽ വന്നിരുന്ന നരസിംഹറാവു അന്ന് ബാബരി മസ്ജിദ് തകർക്കാൻ രാജ്യത്ത് RSSനും വിശ്വ ഹിന്ദു പരിഷത്തിനും ഹിന്ദുത്വ തീവ്രവാദികൾക്കും സൗകര്യമൊരുക്കി കൊടുത്ത പോലെ തന്നെ അവിടുന്ന് അങ്ങോട്ട് ഇന്ത്യയിൽ വരും ഭാവികളിൽ ഇന്ത്യ രാജ്യത്തെ മുസ്ലിം ജനവിഭാഗത്തെ ടാർഗറ്റ് ചെയ്യാൻ, തകർത്തു കളയാൻ അന്നൊരു അപകടകരമായ ഒരു നടപടി കൂടി എടുത്തു വെച്ചിട്ടാണ് അദ്ദേഹം ഇറങ്ങിപ്പോരുന്നത്. അതെന്താണെന്നറിയോ? ലോകത്തെ ഏറ്റവും വലിയ തമ്മാടി രാജ്യമായ ഇസ്രായേലുമായി നമ്മുടെ രാജ്യം നയതന്ത്ര ബന്ധമുണ്ടാക്കി എന്നതാണ്. ക്രൂരതയ്ക്ക് പേരുകേട്ട കുപ്രസിദ്ധമായ ഇസ്രായേൽ മനുഷ്യരെ കൊന്നൊടുക്കുന്നതിന്, ബോംബിട്ട് കൊന്നൊടുക്കുന്നതിന് ഫറോവ ചെയ്തിരുന്നത് അവിടെ പിറക്കുന്ന ആൺകുട്ടികളെ കൊല്ലലായിരുന്നുവെങ്കിൽ ഒരു തലമുറയെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന ലോകത്തെ തമ്മാടി രാജ്യവുമായി ഇന്ത്യ നയതന്ത്ര ബന്ധമുണ്ടാക്കിയായിരുന്നു. ആ നയതന്ത്ര ബന്ധമുണ്ടാക്കിയതിന്റെ അപകടം ഏറ്റവും വലുതായി അനുഭവിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങളായിരിക്കുമെന്ന് ദീർഘവീക്ഷണത്തോടു കൂടി സംസാരിച്ചു തുടങ്ങിയിട്ടുള്ള ഒരേ ഒരു പ്രസ്ഥാനം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയായിരുന്നു. ആ ബന്ധമുണ്ടാക്കിയതിനെ ഇന്ത്യൻ പാർലമെന്റിൽ എതിർക്കാൻ പോലും ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കോ മുസ്ലിം ലീഗിനോ പോലും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അന്ന് ഞങ്ങൾ പറഞ്ഞ ഓരോന്നും ഇന്നിതാ പുലർന്നുകൊണ്ടിരിക്കുന്നു. 92 ശേഷം ഇന്ത്യയിൽ നടന്ന മുഴുവൻ സ്ഫോടനങ്ങളെ കുറിച്ചും സമഗ്ര അന്വേഷണം നടത്തണമെന്ന് ഞങ്ങൾ പറഞ്ഞു. അന്വേഷണം തുടങ്ങിയപ്പോൾ കണ്ടു, കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ 7 സംസ്ഥാനങ്ങളിൽ 10 സ്ഫോടനങ്ങളാണ് നടന്നത്. ഒന്നും വേറെ ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല നമ്മുടെ RSSകാര്. ഈ കൊളാബറേഷൻ ഉണ്ടല്ലോ, ഇന്ത്യ രാജ്യത്തെ തകർക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രായേലും അമേരിക്കയും അവർക്ക് ആവശ്യമായ ഇന്ത്യയുടെ ശത്രുരാജ്യമെന്ന് പറയുന്ന പാകിസ്ഥാനും ഉൾപ്പെടെയുള്ള ശക്തികളോട് കൈകോർത്ത് നിന്നുകൊണ്ട് ഇന്ന് ഇന്ത്യയിൽ ഭീകര പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. എവിടെങ്കിലും ഒന്ന് പൊട്ടിയാൽ നമ്മൾ തീർപ്പ് കൽപ്പിക്കലായിരുന്നു, അത് മുസ്ലിം തന്നെ. മക്കാ മസ്ജിദിന്റെ സ്ഫോടനം നടന്നു. 100 കണക്കിന് ചെറുപ്പക്കാരെയാണ് അന്ന് പിടിച്ചുകൊണ്ടുപോയത്. ഇന്നും ആ സ്ഫോടനത്തിന്റെ പേരിൽ
രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന സ്ഫോടനത്തിന്റെ പേരിൽ നിരവധി മുസ്ലിം ചെറുപ്പക്കാർ ജയിലിൽ കഴിയുകയാണ്. ഗുജറാത്തിലെ സബർമതി ജയിലില് സാധാരണക്കാരായ ചെറുപ്പക്കാരല്ല, എവിടെയെങ്കിലും വഴിതെറ്റിപ്പോയിട്ടുള്ള ചെറുപ്പക്കാരല്ല, ഏതെങ്കിലും വഴി വിട്ടുപോയി ഗുണ്ടാ സംഘത്തിൽ ചേർന്നിട്ടുള്ള ചെറുപ്പക്കാരല്ല, വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാർ, എഞ്ചിനീയറിംഗിനും ഡോക്ടറേറ്റിനും ഒക്കെ പഠിച്ച് വിദ്യാഭ്യാസം നേടിയിട്ടുള്ള പ്രൊഫഷണലുകളായ ചെറുപ്പക്കാർ. എന്തായിരുന്നു അതിന്റെ ലക്ഷ്യം? ഒരു കാലത്ത് മുസ്ലിം സമുദായം ഉദ്യോഗ രംഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ പറഞ്ഞു പഠിച്ചോരില്ല, അതുകൊണ്ടാ കൊടുക്കാത്തതെന്ന്. വിദ്യാഭ്യാസം നേടിയ ആളുകളില്ല മുസ്ലിം സമുദായത്തിനകത്ത്, അതുകൊണ്ട് ജോലിയില്ല എന്ന് പറഞ്ഞു. ഇപ്പോഴോ പഠിച്ചവരുണ്ടായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ മലപ്പുറത്ത് നിന്ന് കോപ്പി അടിച്ചിട്ടാണെങ്കിലും നമ്മളെ കുട്ടികളെ ജയിച്ചുകൊണ്ടിരിക്കുന്നു മുസ്ലിം സമുദായത്തിൽ നിന്ന്. അപ്പോഴെന്താ? വിദ്യാഭ്യാസമുള്ള പ്രൊഫഷണലുകളായ തീവ്രവാദികളാണ് എന്ന് മുദ്ര കുത്തിക്കൊണ്ട് മാർജിനലൈസ് ചെയ്തുകൊണ്ട് വിദ്യാഭ്യാസം നേടിയ ചെറുപ്പക്കാരെ തീവ്രവാദികളും ഭീകരവാദികളുമാക്കി ജയിലിൽ അടച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യ രാജ്യത്ത് IT നഗരങ്ങളായ ബാംഗ്ലൂരിലും ഹൈദരാബാദിലുമൊക്കെ ഇന്ന് IT സ്ഥാപനങ്ങളിലേക്ക് മുസ്ലിം ചെറുപ്പക്കാർക്ക് കയറി ചെല്ലാൻ പറ്റാത്ത വിധം സ്ക്രൂട്ടിനി ചെയ്തുകൊണ്ടിരിക്കുന്നു. മുസ്ലിം സമുദായത്തെ അകത്ത് നിന്നുകൊണ്ട് പർച്ചേസ് ചെയ്തുകൊണ്ട് പലരെയും ഈ രീതിയിൽ മൊഴികൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നു. തടിയുള്ളതും തടിയില്ലാത്തതുമൊക്കെ നമ്മുടെ നാട്ടിലേക്ക് പടച്ചുവിടുന്ന ഇന്റലിജൻസ് ബ്യൂറോ പോലുള്ള ഏജൻസികൾ കൃത്യമായി പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. ഈ കൂട്ടരെല്ലാം ചേർന്ന് ഒരു ടേബിളിനകത്താണ് ഇരിക്കുന്നത്. ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നു കൊണ്ട് ബാറിലിരുന്ന് മദ്യപിക്കുന്ന ദേശാഭിമാനിയുടെ ലേഖകനും ജന്മഭൂമിയുടെ ലേഖകനും IB-യുടെ ഉദ്യോഗസ്ഥനും ഒരുപോലെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദൗത്യമുണ്ട്. ആ ദൗത്യം മുസ്ലിം സമുദായത്തെ എങ്ങനെയാണ് ടാർണിഷ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അതാ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, രാജ്യത്ത് നടന്നിട്ടുള്ള സ്ഫോടനങ്ങളുടെ അവസ്ഥ നിങ്ങൾ നോക്കുക. മാലേഗാവിൽ നടന്ന സ്ഫോടനം, മാലേഗാവ് സ്ഫോടനത്തിന്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെന്നു, കാര്യങ്ങൾ പഠിച്ചു. ATSന്റെ തലവൻ ഹേമന്ത് കർക്കറെ അന്വേഷിച്ച് ഒരു പോയിന്റ് വരെ എത്തി. ആ പോയിന്റിൽ നിന്നുകൊണ്ട് കണ്ടെത്തിയ ചില യാഥാർത്ഥ്യങ്ങൾ ഉണ്ടായിരുന്നു. കേണൽ പുരോഹിത് ആരായിരുന്നു? കേണൽ പുരോഹിത് ഇന്ത്യൻ സൈന്യത്തിൽ നിന്ന് റിട്ടയർഡ് ചെയ്തിട്ടുള്ള ആള്. മാലേഗാവ് സ്ഫോടനത്തിന്റെ മാത്രമല്ല, മക്ക മസ്ജിദിന്റെയും അജ്മീർ സ്ഫോടനത്തിന്റെയും ഉപയോഗിച്ചിരുന്ന മിശ്രിതം, അത് ഇന്ത്യയിലെ നമ്മുടെ രാജ്യം കാക്കാൻ, നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പണം കൊടുത്ത് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആ വസ്തുക്കള്, മിശ്രിതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കണ്ടന്റ് ഉപയോഗിച്ചുകൊണ്ടായിരുന്നു അവിടെ സ്ഫോടനങ്ങൾ നടന്നിരുന്നത് എന്ന് വെളിവാകുന്നു. സൈന്യത്തിൽ നിന്ന് സഹായം കിട്ടുന്നു. ഇവർക്ക് പരിശീലനം കൊടുക്കുന്നത് സൈനിക സ്കൂളിൽ വെച്ച് പരിശീലനം കൊടുക്കുന്നു. മാത്രമല്ല, ഇന്ത്യ രാജ്യത്ത് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥയെക്കുറിച്ച്, സാമൂഹ്യപരമായ പിന്നോക്കാവസ്ഥയെക്കുറിച്ച്, സാമ്പത്തികാവസ്ഥയെക്കുറിച്ച്, വിദ്യാഭ്യാസ അവസ്ഥയെക്കുറിച്ച് പഠനം നടത്താൻ വേണ്ടി കേന്ദ്ര സർക്കാർ നിയോഗിച്ചിട്ടുള്ള രജീന്ദ്ര സച്ചാറ് നമ്മുടെ സൈന്യത്തില് എത്ര മുസ്ലിങ്ങളുണ്ട് എന്ന് കണക്ക് ചോദിക്കുമ്പോ തരാൻ പറ്റില്ല. കാരണം അങ്ങനെ വർഗീയമായി കണക്കെടുത്താൽ നമ്മുടെ രാജ്യത്തിന്റെ സൈന്യത്തിന്റെ എല്ലാം തകർന്നു പോകുമെന്ന് പറയുന്നു. ആ സൈന്യത്തിൽ നിന്നുകൊണ്ട് പക്ഷേ കേണൽ പുരോഹിത് ഉണ്ടാകുന്നു. മനസ്സിലാക്കണം, നമ്മള്
മുസ്ലിങ്ങൾ എത്ര ഉണ്ടെന്ന് ചോദിക്കാൻ പാടില്ല. കാരണം മുസ്ലിം സമുദായത്തിന് കണക്ക് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ സൈന്യം ഒന്നായിട്ട് തകർന്നു വരും. പക്ഷേ കേണൽ പുരോഹിതന്മാർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ രാജ്യത്തെ സൈന്യത്തിൽ നിന്നാണ്. ഇവരെ സഹായിച്ചിട്ടുള്ളത് നമ്മുടെ രാജ്യത്തെ ഇന്റലിജൻസ് ബ്യൂറോയാണ് എന്ന് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അല്ല പറയുന്നത്. ഇതിൽ ഇവർക്കൊക്കെ ലിങ്ക് ഉണ്ട് എന്ന് പറയുന്നത് ഹേമന്ത് കർക്കറയെ അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് എവിടെ എത്തിച്ചു എന്ന് വെച്ചാൽ RSSന്റെ പങ്ക് കണ്ടു, അതുപോലെ തന്നെ ഇന്ത്യൻ സൈന്യത്തിന്റെ പങ്ക് കണ്ടു, ഇന്റലിജൻസിന്റെ പങ്ക് കണ്ടു. അടുത്ത പങ്കിലേക്ക് പോവുകയായിരുന്നു. അതാരായിരുന്നു എന്നറിയോ? ഇസ്രായേലിന്റെ മൊസാദിലേക്ക് ചെല്ലാൻ പോവുകയായിരുന്നു. അവിടെ വെച്ചിട്ടാ ഫിനിഷ് ആകുന്നത്. ഹേമന്ത് കർക്കറുടെ കൊലപാതകത്തെ കുറിച്ച് അന്വേഷിക്കണമെന്ന് കോൺഗ്രസിന്റെ മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന AR ആന്തുലെ പറഞ്ഞു. പിന്നെ ആന്തുലനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ല. അബ്ദുറഹ്മാൻ ആന്തുലെ പറഞ്ഞു ഹേമന്ത് കർക്കറെ എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് എന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞപ്പോ പിന്നീട് നമുക്ക് അബ്ദുറഹ്മാൻ ആന്തുലയെ കാണാനുണ്ടാകുന്നില്ല ഇന്ത്യൻ രാഷ്ട്രീയത്തില്. അടുത്ത് വല്ലാതെ ഭാവിയൊന്നും ഉണ്ടാവില്ല ഈ ദിഗ്വിജയ് സിംഗിനൊക്കെ. അർജുൻ സിംഗ് പോയി. അർജുൻ സിംഗ് എന്താ പറഞ്ഞത്? ബട്ല ഹൗസില് 2 ചെറുപ്പക്കാർ കൊല്ലപ്പെട്ടു, മുസ്ലിം ചെറുപ്പക്കാർ. എപ്പോഴാണെന്നറിയോ? ഗുജറാത്ത് ഡൽഹിയിൽ ഒരു സ്ഫോടനം നടന്നു. ആ സ്ഫോടനത്തെ കുറിച്ച് എത്ര കൃത്യമായിട്ടാണ് നരേന്ദ്രമോദി ഉച്ചയ്ക്ക് നടന്ന സ്ഫോടനത്തിൽ വൈകുന്നേരം 4 മണിക്ക് പത്രസമ്മേളനം നടത്തിക്കൊണ്ട് അഹമ്മദാബാദിൽ നിന്നുകൊണ്ട് ഡൽഹി സ്ഫോടനം നടത്തിയിട്ടുള്ളത് ഇന്ന ആളുകളാണ് എന്ന് വെളിവാക്കുന്നു. മുംബൈയിൽ ആക്രമണം നടന്നപ്പോൾ 2008 നവംബർ 26-ാം തീയതി മുംബൈയിൽ ആക്രമണം നടന്നതിന്റെ പിറ്റേ ദിവസം അവിടെ നരേന്ദ്രമോദി ഹേമന്ത് കർക്കറുടെ ഭാര്യയുടെ അടുത്ത് വന്നിട്ട് 10 കോടി രൂപ വാഗ്ദാനം ചെയ്യുന്നു. ഇപ്പോൾ അതേ ഗുജറാത്തിൽ നിന്ന് കേരളത്തിലെ ഒരു സുരേഷ് നായരെ കണ്ടെത്തുന്നു. അഥവാ ഇന്ത്യ രാജ്യത്തെ മുഴുവൻ വർഗീയ കലാപങ്ങളുടെ മുഴുവൻ രാജ്യദ്രോഹ പ്രവർത്തനത്തിന്റെയും കേന്ദ്രമായിട്ടുള്ള ഗുജറാത്ത്, ആ ഗുജറാത്തിനെ സ്പർശിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയും തയ്യാറാകുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രാജ്യവിരുദ്ധ ശക്തികൾ ഇവിടെ പണം നിവർത്തിയാടിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴും അതിൻ്റെ ഇടയ്ക്ക് നിന്നുകൊണ്ട് ഏതോ ഒരുത്തന്റെ കയ്യോ കാലോ നഷ്ടപ്പെട്ടാൽ അതാണ് രാജ്യത്തെ ഭീകരവാദം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഈ ജൂലൈ മാസത്തിന് ശേഷം കേരളത്തിൽ എത്രയാ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പില്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പിറ്റേ ദിവസം കണ്ണൂർ ജില്ലയില് മെരുവമ്പായി എന്ന് പറയുന്ന പ്രദേശത്ത്, ഈ മെരുവമ്പായിക്ക് വേറൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഈ മെരുവമ്പായിയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ CPMന്റെ സഖാക്കൾക്ക് 4 കയ്യും കാലുവാ ഉണ്ടാവുക. കാരണം രാജ്യത്തെ മതേതരത്വത്തിന് വേണ്ടി ഞങ്ങളുടെ ധീരസഖാവ് കുഞ്ഞിരാമനെ ബലി കൊടുത്തിട്ടുള്ള ആ മെരുവമ്പായി പള്ളിക്ക് കാവൽ നിന്ന് ധീര രക്തസാക്ഷിത്വം വരിച്ചിട്ടുള്ള കുഞ്ഞിരാമനെ എപ്പോഴും ഓർക്കാതെ ഒരു സഖാക്കളുടെ പ്രസംഗവും നമ്മുടെ നാട്ടിൽ അവസാനിക്കാറില്ല, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലും. അതേ മെരുവമ്പായില് ബൂത്തില് CPMകാരൻ ഉണ്ടാക്കിയിട്ടുള്ള ബൂത്ത് പിടുത്തത്തെ ചോദ്യം ചെയ്തതിന്റെ തുടർച്ചയായി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകന്റെ കൈയല്ല വെട്ടിയത്, കാല വെട്ടിയത്. കയ്യും കാലും ഒക്കെ വെട്ടി. 1.5 മാസത്തിന് ശേഷം ആ ബഷീർ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ വിവാഹം പോലും കഴിച്ചിട്ടില്ലാത്ത ചെറുപ്പക്കാരന്റെ കാല് കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ വെച്ച് മുറിച്ചു മാറ്റേണ്ടി വന്നു. മലയാള മനോരമയ്ക്ക് വാർത്തയുണ്ടാകുന്നില്ല, നമ്മുടെ ചാനലുകൾക്ക് വാർത്തയുണ്ടാകുന്നില്ല. കാരണം അത് സെക്കുലർ വെട്ടല. CPMമാരുടെ വെട്ടല് അതൊരു വെജിറ്റബിൾ വെട്ടല, മറ്റുള്ളതോ തീവ്രവാദത്തിന്റെ വെട്ട്.
ആ മെരുവമ്പായിൽ തന്നെ നിർത്തുന്നില്ല. ആ സംഭവത്തോടനുബന്ധിച്ച് ആ മെരുവമ്പായി പള്ളിയിൽ കുഞ്ഞിരാമൻ കാവൽ നിന്നുള്ള പള്ളിയുടെ നേരെ തൊട്ട് താഴെ മറ്റൊരു പള്ളിയുണ്ട്. 2 ആഴ്ച മുമ്പ് ഞാൻ അവിടെ പോയതാ. CPM-കാര് ആ പള്ളിയുടെ ചില്ല് മുഴുവൻ എറിഞ്ഞു തകർത്തു. സഖാക്കൾക്ക് മറുപടി പറയാനുണ്ടാവണം. ആർക്ക് വേണ്ടിയാ? അവിടെ CPM-ഉം RSS-ഉം തമ്മിൽ വ്യത്യാസമില്ലാതായിക്കൊണ്ടിരിക്കുന്നു. നാദാപുരത്തിപ്പോഴതാ CPM-ഉം RSS-ഉം തമ്മിൽ ദൂരം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. കേരള സംസ്ഥാനത്ത് ഇതുപോലെ ഒരുപാട് അക്രമ സംഭവങ്ങൾ ഉണ്ടായപ്പോൾ മൗനം ദീക്ഷിച്ചിട്ടുള്ള ആളുകള് ഇന്ന് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ ടാർഗറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. എന്താണ് ഇതിന്റെ പിന്നിലെ രാഷ്ട്രീയം എന്ന് ചോദിച്ചാൽ ഓരോന്നിനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തില് അബ്ദുൽ നാസർ മഅദനി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. പണ്ട് രാജാവുണ്ടായിരുന്നു എന്ന കഥ പറയേണ്ട അവസ്ഥയായിരിക്കുന്നു ഇന്ന്. മഅദനിയെ കുറിച്ച് കേൾക്കാറുണ്ടോ നമ്മള്? അബ്ദുൽ നാസർ മഅദനി 9.5 കൊല്ലം ജയിൽവാസം അനുഭവിച്ച് തിരിച്ചു വന്നപ്പോ കാലുയ്യാനും തലോടാനും പരവതാനി വിരിച്ചു കൊടുക്കാനും ആളുണ്ടായിരുന്നു, കൂടെ ഇരിക്കാൻ ആളുണ്ടായിരുന്നു. എവിടെ അവര്? എന്താ കാര്യം? ഒരു ബാധ ഒഴിവാക്കണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു ബാധയായി മാറി അബ്ദുൽ നാസർ മഅദനി 2 കൂട്ടർക്കും. ഒരു കൂട്ടർ സ്റ്റേജിലിരുത്തി ആനയിച്ച് സംസാരിച്ചപ്പോ മറുകൂട്ടർ പോസ്റ്റർ എടുത്തുകൊണ്ടുവന്നു, ദാ തങ്കച്ചന്റെ കൂടെ എന്ന് പറഞ്ഞു. അപ്പൊ 2 കൂട്ടർക്കും കൂടി ഇയാളൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്താ ചെയ്യാ? ഇവിടുന്ന് നാട് കടത്തുക. എന്നാ പിന്നെ ആരും സംസാരിക്കൂലല്ലോ. അങ്ങനെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അങ്ങോട്ട് കഴിയണം, നിയമസഭാ തെരഞ്ഞെടുപ്പും കഴിയണം. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മഅദനി സ്നേഹം നമ്മുടെ റോട്ടുമുക്കൂടിയൊക്കെ അങ്ങനെ ചാലിട്ട് ഒഴുകുന്നു കാണാം നിങ്ങൾക്ക്. അതുവരെ സംസാരിക്കില്ല. ഓരോ ശബ്ദത്തെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു. 98-ല് അബ്ദുൽ നാസർ മഅദനിയെ പിടിച്ചു കൊടുത്തവർ അതേ കൂട്ടര് തന്നെയാ പിടിച്ചു കൊടുത്തത്. ഇന്നും അതേ പണി തന്നെയാണ് അവരെടുത്തിട്ടുള്ളത്. അതിലൊരു മാറ്റവും അവരുടെ നിലപാടിലുണ്ടായിട്ടില്ല. 98-ല് പിടിച്ചു കൊടുത്തപ്പോ കേരള ഗവൺമെന്റിന്റെ വാർഷിക പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇറക്കിയിട്ടുള്ള പുസ്തകത്തിൽ പറഞ്ഞു, മഅദനിയെ പിടിച്ചു കൊടുത്തത് ഞങ്ങളാണ്. ഇന്നും അത് തന്നെയാണ് ചെയ്തത്. CPM ഇവിടെ എന്ത് വിശദീകരിച്ചാലും അതിന് മറുപടി പ്രകാശ് കാരാട്ട് പറയും. കാരണം കർണാടകയിലെ BJP സർക്കാർ നിയമത്തിന്റെ വഴിയിലാണ് അബ്ദുൽ നാസർ മഅദനിയെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആ വിഷയത്തിൽ ഇടപെടാൻ പാടില്ല. ഇതൊക്കെ കൂടി ഒരു കമ്പനിയാണ്, എല്ലാവരും കൂടി ചേർന്നിട്ട് അത് ചെയ്യുന്നത്. അങ്ങനെ മഅദനിയുടെ ബാധ ഒരു ഭാഗത്ത് കൂടി ഒഴിവാക്കാൻ ശ്രമിച്ചു. വേറൊരു കൂട്ടരുണ്ടായിരുന്നു, INL, ഇന്ത്യൻ നാഷണൽ ലീഗ്. അവരിപ്പോ എവിടെയുള്ളതെന്ന് ഓൽക്കറിയില്ല. ബർസക്കിലാണോ എന്നുള്ളതോ ദുനിയാവിലാണുള്ളതോ ആഖിറത്തിലാണുള്ളതോ എവിടെ അറിയില്ല. എന്താ കാട്ടിയത്? ഒന്നുമല്ലാതാക്കി, ഉപ്പ് വെച്ച കലം പോലാക്കുക ഓരോന്നിനെ. വേറൊരു കൂട്ടരുണ്ടായിരുന്നു, ജമാഅത്തെ ഇസ്ലാമി, സോളിഡാരിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകന്മാരുടെ തോളില് ചെങ്കൊടിയായിരുന്നു. AKG സെന്ററിൽ നിന്ന് മഞ്ചലിലേന്തി സെക്രട്ടേറിയറ്റിൽ കൊണ്ടിരുത്തി പോന്നു. അവർക്കും കൊടുത്തു കക്കോടിയിൽ വെച്ച് 4 തലക്ക്. ആദ്യം കയറിയത് ഹിറ സെന്ററിൽ. അങ്ങനെ ഏതാ ബാക്കി? ഇനി കുറച്ച് ഉശിരും പൊളിയും വർത്താനും ഒക്കെ പറയുന്ന ഒരു കൂട്ടര് അത് പോപ്പുലർ ഫണ്ടാ. എന്താ പറഞ്ഞത്? ഫിനിഷ് ചെയ്യൂ. നാ ഒന്നങ്ങോട്ട് ഫിനിഷ് ആവട്ടെ. അങ്ങനെ ഫിനിഷ് ചെയ്യാവുന്ന ഒരു കൂട്ടരെ അല്ല പോപ്പുലർ ഫണ്ട് എന്നത് ചരിത്രം തെളിയിക്കാൻ പോവുകയാണ്. അതിനൊന്നും ഫിനിഷ് ആകാൻ പോകുന്നില്ല. ഞങ്ങൾക്ക് ചിലതൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. ആ ഫിനിഷ് ആകുന്നതോടുകൂടി
ഞങ്ങളും അങ്ങോട്ട് ഫിനിഷാവും, ഈ മണ്ണോട് ചേർന്ന് തീരും കേട്ടോ. അതുവരെ അവസാനത്തെ പ്രവർത്തകൻ ഇവിടെ എഴുന്നേറ്റ് നിൽക്കുമ്പോഴും ആർജവത്തോടു കൂടി, തൻ്റെ ഇടത്തോടു കൂടി, ധിക്കാരത്തോടു കൂടി ഞങ്ങൾ രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കും. അതൊന്നും ഇല്ലാതാക്കാൻ ആർക്കും കഴിയില്ല. അത് തന്നെയാ പ്രശ്നം. കീഴൊതുങ്ങാത്ത, ക്ഷമാപണത്തിന്റെ ഭാഷയറിയാത്ത ഒരു കൂട്ടര് വളരുമ്പോൾ അടിച്ചമർത്താൻ, ഇല്ലാതാക്കാൻ എല്ലാവരും കൂടി ഒന്നു ചേർന്നു. ഞങ്ങൾക്ക് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ വേട്ടയാടുമ്പോൾ നിങ്ങൾ എന്തിനാണ് മുസ്ലിങ്ങളുടെ മൊത്തം കുത്തക അവകാശപ്പെട്ടുകൊണ്ട് മുസ്ലിം വേട്ട എന്നൊക്കെ സംസാരിക്കുന്നത് എന്ന് ചിലർ ചോദിക്കാറുണ്ട്. മുസ്ലിം സമുദായത്തിൻ്റെ അകത്ത് നിന്ന് ഓരോന്നിനെ മയക്കി ഉറക്കി കിടത്തി താലോലിച്ച് മധുര പലഹാരങ്ങൾ നൽകി, മധുരവാക്കുകൾ നടങ്ങി ഓരോരുത്തർ ഉറക്കിക്കിടത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ഉറങ്ങാതെ ഉണർന്നിരിക്കുന്ന ഒരു കൂട്ടര് വളർന്നു വരുമ്പോൾ അതിനെ തകർക്കുന്നതാണ് മുസ്ലിം സമുദായത്തിൻ്റെ നട്ടലിന് നേരെ അവർ കൈവങ്ങിയിട്ടുള്ളത് എന്ന്. അതുകൊണ്ട് തന്നെയാണ് ഈ ശബ്ദം ഇല്ലാതാകുന്നതോടുകൂടി അവർക്ക് അവരുടേതായ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കുമെന്നാണ് ഇവർ കരുതുന്നത്. പക്ഷേ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ തിരുത്താൻ പോവുകയാണ് പലതും. ഇന്ത്യയിലെ മുസ്ലിം സാമാന്യത്തിൻ്റെയും പിന്നോക്ക ജനവിഭാഗങ്ങളുടെയും കഴിഞ്ഞ 62 കൊല്ലത്തെ ചരിത്രത്തിൽ ചില പാഠങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വളരാനും വികസിക്കാനും ഉയരാനും സാധിക്കാത്ത ഒരു സമുദായം, അവരെ ഭിന്നിപ്പിച്ചു നിർത്തി, ഓഹരി വെച്ച് കഷ്ണമാക്കി നിർത്തി പലരും. അതുകൊണ്ട് ഇന്ന് എല്ലാ അർത്ഥത്തിലും പതിതമായി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്നിരുന്ന സാന്നിധ്യമുണ്ടായിരുന്നു ഒരു കാലത്ത് മുസ്ലിങ്ങൾക്ക്. 800 വർഷക്കാലം ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ പണിയെടുത്ത ഒരു സമുദായം ഇന്ന് രാജ്യത്ത് ആരാലും ചവിട്ടി മതിക്കാൻ പറ്റുന്ന പാകത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. പേര് പോലും ഭാരമായി കൊണ്ടിരിക്കുന്നു ഈ സമുദായത്തിന്. അത് സെക്യുലർ ആയതുകൊണ്ട് കാര്യമില്ല, കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് കാര്യമില്ല, യുക്തിവാദി ആയതുകൊണ്ട് കാര്യമില്ല. പേര് മുസ്ലിമാണോ, നിങ്ങൾ കുറ്റവാളിയാണ് എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കറിയില്ലേ, ഇപ്പോൾ കേരളത്തിൽ ഒരു മാധ്യമ പ്രവർത്തക വേറെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു. ഷാഹിന എന്നാണ് അവരുടെ പേര്. ഒരിക്കൽ ഡൽഹിയിൽ നിന്ന് കോയമ്പത്തൂരിൽ വന്നിറങ്ങിയപ്പോൾ അവരുടെ ടിക്കറ്റ് നോക്കിയിട്ട് പോലീസുകാർ ചോദിച്ചു, ആർ യു മുസ്ലിം? ഷാഹിന ജീവിക്കുന്നത് ഒരു മതേതര സെക്യുലർ പാരമ്പര്യത്തിലാണ്. യാതൊരു മതപാരമ്പര്യവും കാത്തു സൂക്ഷിക്കാത്തവരാണ് അവര്. പക്ഷേ അവരുടെ മുമ്പിൽ ചോദിക്കുന്നു, ആർ യു മുസ്ലിം? അതേ ചോദ്യം കർണാടകയിലെ RSSന്റെ പോലീസ് വീണ്ടും ചോദിക്കുന്നു. മഅ്ദിനിയെ കുറിച്ച് വാർത്ത എഴുതിയപ്പോൾ ചോദിക്കുന്നു, ആർ യു മുസ്ലിം? ആ ചോദ്യങ്ങൾ ഇവിടെ മൂവാറ്റുപുഴയിലെ പോലീസ് സ്റ്റേഷന്റെ ഭിത്തികൾക്കിടയിൽ നിന്നുകൊണ്ട് കേരളത്തിന്റെ പോലീസും ചോദിക്കുന്നു, ആർ യു മുസ്ലിം? എവിടേക്കാ നമ്മുടെ കേരളം പോകുന്നത്? ഞാനിത് വെറുതെ പറയുകയില്ല, ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്. കേരളത്തിന്റെ പോലീസ് സേന വർഗീയമായ യാതൊരുവിധ ചേരിതിരിവുമില്ലാത്ത വളരെ നല്ല പേരുകേട്ട പ്രശസ്തിയുള്ള പോലീസ് സേനയാണ്, കൃത്യനിർവഹണത്തിലൊക്കെ തന്നെ. പക്ഷേ കേരളത്തിന്റെ പോലീസ് സേനയിൽ നിന്ന് കേൾക്കാൻ പാടില്ലാത്തത് കേട്ടുകൊണ്ടിരിക്കുന്നു നമ്മൾ.